കുടുംബബന്ധം ചേർക്കൽ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് താഴത്ത്. ഇത് ഇന്നെന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായും ആരിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ സാമ്പത്തികമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 2 കാറും പണിയും സൗകര്യവും വലിയ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ, വലിയ സൗകര്യപ്രദമായ വീടൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അയാൾ ഒരു സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവാണ്. അല്ല, അയാൾ ആ വലിയ വീട് വെച്ച് കിടക്കുന്ന ആളില്ലേ, അയാൾ വലിയ ബന്ധുവാണ്. പിന്നെ അയാൾ ബന്ധമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഇയാളായിട്ട് അറിയുന്നുണ്ടാവില്ല, ഇയാളെ കുടുംബമായിട്ടൊരു ബന്ധം ആർക്കും ഉണ്ടാവില്ല. ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോയപ്പോഴൊരു ബന്ധം അങ്ങനെ അന്വേഷിച്ച് വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും കാണ്ട് ആരാണ്ട് അയാളുടെ എന്ത് ചെയ്ത് വല്യപ്പ കെട്ടിയ ആളുടെ ഉമ്മുമാടെ മറ്റേ അവിടുത്തെ ആ വൈക്കം കാണ്ടുള്ള ഒരു ബന്ധം. അതേസമയം സ്വന്തം ചേട്ടനോ അനുജനുമായ ദരിദ്രവാസി, അവന് നമ്മൾ ആരുമല്ല. ഇതാണെന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്തിന് വേണ്ടി കുടുംബ ബന്ധങ്ങളും, സമ്പത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുടുംബബന്ധം മുറിഞ്ഞു പോകുന്നതൊരവസ്ഥയും. അതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. സമ്പത്തില്ലാത്തതിന്റെ പേരിലേ കുടുംബബന്ധങ്ങൾ ഇന്നിപ്പോ ലോകത്താകെ നടക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല. അതൊക്കെ തെറ്റാണ്. കുടുംബബന്ധം മുറിയുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും വരും. ദുനിയാവിനും ശിക്ഷ വരും, ആഖിറത്തിനും ശിക്ഷ വരും, പ്രാർത്ഥനകൾ സ്വീകരിക്കാതെ വരും. അത് ഏത് നിലയിലുള്ള ബന്ധം മുറിക്കലായാലും ശരി. കാരണം അതൊന്നും അതിന് കാര്യമുള്ളതൊന്നല്ല. മനുഷ്യൻ മാനസികമായി നന്നായാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം, തന്നെ കൊണ്ട് പല ഉപകാരങ്ങളും എടുത്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രക്ഷയിലെത്തി, വലിയ സ്ഥാനത്തെത്തി, അല്ലെങ്കിൽ വലിയ ഗുണത്തിലെത്തി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു, തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുറംകാലം കൊണ്ട് ചവിട്ടുന്നവരായിരിക്കും അവർ. പക്ഷെ നമ്മളൊന്നും നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളെവിടെ നോക്കുന്നത്, അവരെൻ്റെ കുടുംബക്കാരാണ്, അവരെൻ്റെ രക്തമാണ്, അവരെൻ്റെ ബന്ധുക്കളാണ് എന്ന ചിന്താഗതിയിൽ അവരോട് വീണ്ടും 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 കുടുംബബന്ധം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പരിപാടി. പക്ഷേ അതിന് പകരം ഇന്നെന്ത് ചെയ്യുന്ന ആർക്കെങ്കിലും 10 രൂപയുടെ കാശോ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും നേതൃത്വമോ ഒക്കെ ഉണ്ടെങ്കിൽ അയാളെല്ലാവരും അയാളുടെ സ്വന്തക്കാരനാണ്, അയാളുടെ കുടുംബക്കാരനാണ്. അല്ലെങ്കിൽ ആരും അയാളുടെ കുടുംബക്കാരനല്ല, അയാളോട് ഒറ്റയ്ക്ക് എനിക്ക് ആളായിരിക്കും. ഈ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഈ സമുദായം മാറ്റേണ്ടതാണ്.